സെപ്റ്റംബർ 1, അതായത് ഇന്നലെ കോട്ടയം മണർകാട് സെന്റ് മേരീസ് പള്ളിയിൽ എട്ടുനോയമ്പ് പെരുന്നാളിന് കൊടിയേറി. അപ്പോൾ എല്ലാവർക്കും എട്ടുനോയമ്പ് പെരുന്നാൾ ആശംസകൾ. ഞങ്ങൾക്ക് മണർകാട് പള്ളിയിലെ എട്ടുനോയമ്പ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഈ 8 ദിവസവും ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം പോലെ തന്നെയാണ്. ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ ലൈറ്റും ഇതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ പോവാറുണ്ട്, എന്നാലും സ്പെഷ്യലി വൈകിട്ട് നമ്മൾ ഇതിന്റെ ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പോകും. അപ്പം ഞങ്ങൾ ഇന്ന് ലൈറ്റ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണ്. ഒരുപാട് ഭംഗിയാണ് കേട്ടോ ഇതെല്ലാം കാണാനായിട്ട്. ഇത്തവണ കുറച്ചും കൂടെ കഴിഞ്ഞ തവണയെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത്തവണത്തെ ലൈറ്റിങ്സും ഇലുമിനേഷനും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇന്ന് പകലൊക്കെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ രാവിലെ എണീറ്റപ്പോൾ മുതലേ മഴയായിരുന്നു. മഴയത്ത് നമ്മൾ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഈവനിങ് ഒക്കെ ആയപ്പോൾ മഴയൊന്ന് മാറിയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. അപ്പം നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ ഈ മരത്തിന്റെ ചോട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന പ്രധാനമായിട്ടുള്ള വെച്ചിരിക്കുന്ന ലൈറ്റും അതുമൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഞാൻ നിങ്ങളെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ പള്ളിയിൽ ഉള്ള മറ്റുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. പെരുന്നാളിന്റെ സമയത്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ ശരിക്കും പറയണത് നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കാണാതിരിക്കുന്ന പലരെയും ഇവിടെ വെച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഈ ഏരിയയിലുള്ളവർ മാത്രമല്ല, പല സ്ഥലങ്ങളിലുള്ള ആളുകൾ പോലും ഈ പെരുന്നാളിന്റെ സമയത്ത് ഇവിടെ വരാറുണ്ട്. അങ്ങനെ നമ്മൾക്ക് മിക്കവാറും ഒരുപാട് പേരെ നമുക്ക് കാണാതിരിക്കുന്നവരെ പലരെയും നമുക്ക് ഇവിടെ വെച്ച് കാണാൻ വേണ്ടിയിട്ടും പറ്റും. 10 മിനിറ്റ് താമസിച്ചു പോയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ പെരുന്നാളിന്റെ കൊടിയേറ്റ് ചടങ്ങ് നമുക്ക് മിസ്സായി പോയായിരുന്നു. ശരിക്കും അതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. കാരണം നമ്മൾ സ്കൂൾ മുതലേ നമ്മൾ ഇവിടെ ഇങ്ങനെ പെരുന്നാളിന്റെ സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പണ്ട് മുതലേ. അപ്പോൾ അതൊക്കെ നമുക്ക് മിസ്സായിപ്പോയി. പക്ഷെ ഇവിടെ ഇങ്ങനെ നോക്കി ഇതോടെയൊക്കെ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ കളർ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ കണ്ടോ, അത് ആ പെരുന്നാളിന്റെ കൊടിയേറ്റിന്റെ സമയത്ത് ഇങ്ങനെ പറപ്പിച്ച് വിട്ടിരുന്നതൊക്കെ ആയിരുന്നു. എട്ടുനോയമ്പ് പെരുന്നാൾ തുടങ്ങുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ ഇവിടെ നമ്മുടെ കോട്ടയത്തിന്റെ പുറത്തുള്ള പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ വന്ന് ചിലര് ഹോട്ടൽസിൽ താമസിക്കും, അല്ലാത്തവര് ഇവിടെ ഈവൻ പള്ളിയിൽ തന്നെ ഒരു പായൊക്കെ ഇട്ട ഒരു സ്ഥലത്ത് അവരിങ്ങനെ ഈ 8 ദിവസവും താമസിച്ച് അവർ നോമ്പൊക്കെ എടുത്ത് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് നേർച്ചയൊക്കെ വാങ്ങിയിട്ട് പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെയൊക്കെ ചെറുപ്പം മുതലേ അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് നോമ്പൊക്കെ എടുത്ത് ഒത്തിരി വിശ്വാസത്തോടു കൂടി ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണിത്. അതിനിപ്പോൾ പ്രത്യേകിച്ച് ജാതി മത അങ്ങനെയൊന്നുമില്ല, എല്ലാ ജാതി മത വിശ്വാസികളും ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്. ശരിക്കും ഇതിലെല്ലാം ഇങ്ങനെ നടക്കുന്നത് തന്നെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം തരുന്ന ഒരു ഫീലാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കറങ്ങി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നേർച്ചക്കഞ്ഞിയുണ്ട്. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകും. അത് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു 11 മണിക്ക് എങ്ങാണ്ട് തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ക്യൂ ഒക്കെ ആയിരിക്കും. എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോകും. താഴെ അങ്ങേയറ്റത്തൊരു പാരിഷ് ഹാളുണ്ട്, അവിടെയാണ് അവിടെ കഞ്ഞിയൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. താഴത്തെ ഈ മൈതാനത്താണ് വണ്ടിയൊക്കെ വരുന്നതും പിന്നെ നമ്മളുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ. പിന്നെ ഇവിടെയാണ് കൂടുതലായിട്ടും ചിന്തിക്കടകളുള്ളത്. മേളിലത്തെ മൈതാനത്തിലും ഉണ്ട്, പക്ഷെ താഴത്തെ മൈതാനത്തിലാണ് കൂടുതലായിട്ടുള്ള ചിന്തിക്കടകളും മറ്റുള്ള കടകളൊക്കെ. ഇങ്ങനെ പാത്രങ്ങളുടെ കടകൾ, അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മൾ ആദ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ വരുന്നിടത്ത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും, നല്ല ക്യൂ ആയിരിക്കും. പക്ഷെ അത് പെട്ടെന്ന് ആ ക്യൂ ഇങ്ങനെ കഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം നമ്മൾ പോയി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വരട്ടെ കേട്ടോ. ഇവിടെ കഞ്ഞിയും പയറും അച്ചാറും ചമ്മന്തിപ്പൊടിയുമാണ് കിട്ടുന്നത്. അത് കൂട്ടിക്കഴിച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടേസ്റ്റേ ഉണ്ടാവത്തില്ല. ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ കഞ്ഞികൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കടകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് വന്നിറങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൂടെ നടക്കുന്നതും ഈ ചിന്തിക്കടകളിലെ സാധനങ്ങളൊക്കെ കണ്ട് നടക്കും. ആദ്യത്തെ ദിവസം ഒന്നും നമ്മളൊന്നും വാങ്ങത്തില്ല, പിന്നെ എല്ലാം ഒന്ന് നോക്കി വെക്കും എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് ഷോപ്പുകൾ ഉള്ളതെന്നൊക്കെ. കഴിഞ്ഞ തവണ നമ്മൾ കമ്മലിന്റെ ഷോപ്സിൽ എത്രയോ തവണ വന്നു എന്നറിയില്ല, അതുകൊണ്ട് ഇത്തവണ കമ്മലുകൾ ഒന്നും വാങ്ങിക്കത്തില്ല എന്ന് ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും ഇതിങ്ങനെ കണ്ടു കഴിയുമ്പോഴേക്കും അവിടേക്കൊന്ന് നോക്കാതെ പോകാൻ ഒട്ടും പറ്റത്തില്ല. ഈ ഷോപ്പിൽ വന്നപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കീ ചെയിൻ കണ്ട്, നല്ല കുട്ടി കുട്ടി ഫേസസിൽ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ വാങ്ങുന്നില്ല. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടേ വാങ്ങുന്നുള്ളൂ. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കി നോക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇങ്ങനെ പാത്രങ്ങൾ, കത്തികൾ, അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുടെ ഒരു ഷോപ്പ് കണ്ടു. എനിക്ക് ഇതുപോലത്തെ വുഡിന്റെ തവി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ എന്നോട് ഇത് നോക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.
ഈ ഷോപ്പിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഒരു സൈഡിൽ കത്തികള്, ഒരു സൈഡിൽ പാത്രങ്ങള്, പിന്നെ ഈ നമ്മുടെ ചെടിത്തോട്ടത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങള്, അങ്ങനെ ഓരോരോ സാധനങ്ങളും ഡിഫറെൻറ്റ് സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, കളർഫുൾ ആയിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് ആയിരുന്നു പാക്ക് ചെയ്ത് വെച്ചിരുന്നത്. സാധാരണ എല്ലാ ഉത്സവ സ്ഥലങ്ങളിലും പെരുന്നാളിൻ്റെ സ്ഥലങ്ങളിലും ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഷോപ്പാണ്. ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ചിന്തിക്കടയ്ക്കകത്തൂടെ കറങ്ങി നടന്നപ്പോഴേക്കും വലിയൊരു മഴ വന്നു. പിന്നെ നമ്മളവിടെ ഒരു ഷോപ്പിൽ കയറി ഇങ്ങനെ നിൽക്കുമായിരുന്നു കുറച്ചു നേരം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. മൊത്തം ചെളിയൊക്കെ ആയിപ്പോകും. നമുക്ക് ഇതിൻ്റെ കൂടെ നടക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. തന്നെയല്ല ഇവരെ പോലെ ഉള്ള കച്ചവടക്കാർക്ക് ഒരുപാട് നഷ്ടമായിരിക്കും. കാരണം ആൾക്കാരൊക്കെ മഴയായത് കാരണം വീട്ടിലേക്ക് പോകും, ആരും ഇങ്ങോട്ടൊന്നും വരത്തൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ ഇവിടുത്തെ പാത്രങ്ങളും അങ്ങനത്തെ സാധനങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം ഞാൻ ആദ്യം ലൈറ്റിൻ്റെ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ഇതായിരുന്നു ലൈറ്റിൻ്റെ ഇത്. ഇത്തവണ നല്ല ഭംഗിയായിരുന്നു. കഴിഞ്ഞ തവണയും നല്ല ഭംഗിയായിട്ടായിരുന്നു ഇപ്രാവശ്യത്തെ ലൈറ്റും ഇലുമിനേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ പറ്റുമെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് വരണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എടുത്തു പറയാൻ ഒരുപാട് പ്രത്യേകതകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു കുഞ്ഞു ചാനലാണ് എൻ്റേത്. പക്ഷേ നിങ്ങൾ ഇല്ലാതെ നമ്മളുടെ ചാനലിന് ഒരു വളർച്ചയും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ലൈറ്റ്സ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യൂ. ഞാൻ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. കർത്താവായ ദൈവമേ, നോമ്പനുഷ്ഠാനത്തിലൂടെ ഉപവാസത്തിലൂടെ എന്നിലെ അഹങ്കാരമെടുത്ത് മാറ്റണമേ. പരിശുദ്ധമേ, ഇങ്ങനെ സംബോധന ചെയ്യുക കൃപ നൽകണമേ. നിനക്ക് സമാധാനം. ഈ കൃപ തിരുവചനത്തിൽ നാം കാണുന്നു. എലിസബത്തിന്റെ അരികിൽ